ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ദൈവം തന്നോയെല്ലാം ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിക്കാം. ദൈവം തന്നോയെല്ലാം ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ വാഴ്ത്തിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ വാഴ്ത്തിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. ആർപ്പിൻ ഘോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. ആർപ്പിൻ ഘോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ വാഴ്ത്തിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ വാഴ്ത്തിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാം. സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധിക്കാം. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാം. സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ വാഴ്ത്തിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ വാഴ്ത്തിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. അഭിഷേകത്തിൻ ശക്തിയോടെ
ആരാധിക്കാം. രക്ഷയുടെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. അഭിഷേകത്തിൻ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. രക്ഷയുടെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ വാഴ്ത്തിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ വാഴ്ത്തിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ശമൂവേൽ പ്രവാചകൻ്റെ 2-ാമത്തെ പുസ്തകം 8-ാം അധ്യായം 6-ാം വാക്യം, അതിൻ്റെ അവസാന ഭാഗം ഇങ്ങനെയാണ്: ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. നാം ഇന്ന് ദാവീദ് എന്ന് പറയുന്ന പോലെയല്ല അന്ന് ദാവീദ്. ഇന്ന് നാം ദാവീദ് എന്ന് ചിന്തിക്കുമ്പോൾ വലിയൊരു പ്രവാചകൻ, വലിയൊരു അഭിഷിക്തൻ, ദൈവത്തിൻ്റെ ഒരു കൺമണി എന്നെല്ലാം വേണ്ട ഒരു സങ്കല്പമാണ് നമ്മുടെ ഉള്ളിലുള്ളത്. എന്നാൽ ഈ വാക്യം എഴുതുന്ന കാലത്ത് ദാവീദ് ആരുമല്ല, ഒന്നുമല്ല, നിസ്സാരനാണ്. ദൈവമക്കളെ, വലിയ ആത്മീയ നേതാവല്ല, ആത്മീയ ഉന്നതനല്ല, ഒന്നുമല്ല ദാവീദ്. പക്ഷേ ആ കാലത്ത് ദാവീദിനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്: ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ദൈവമുണ്ട്. മനുഷ്യനെ തോൽപ്പിക്കുന്ന ഒരു പിശാചുണ്ട്, മനുഷ്യനെ ജയിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ജയിപ്പിക്കുന്ന ദൈവം നാം ഏതൊക്കെയോ വീരമായ ആത്മീയമായ വലിയ നേട്ടങ്ങളോ വലിയ പദവികളോ വലിയ ദൈവത്തിന് വേണ്ടിയുള്ള വലിയ വലിയ വൻകാര്യങ്ങൾ ചെയ്തതിന് ശേഷമല്ല ദൈവം നമ്മളെ ജയിപ്പിക്കുന്നത്. നാം ചെറുതായിരിക്കുമ്പോഴും നിസ്സാരന്മാരായിരിക്കുമ്പോഴും ദാവീദിന് ദൈവം ജയം കൊടുക്കുമ്പോൾ ദാവീദിന് 30 വയസ്സേ പ്രായമുള്ളൂ. 2 ശമൂവേൽ 5-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദാവീദ് രാജാവാകുകയാണ്. രാജാവാകുമ്പോൾ എത്ര വയസ്സുണ്ട് ദാവീദിന്? ദാവീദ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 30 വയസ്സായിരുന്നു. 30 വയസ്സേ ഉള്ളൂ. 30-ാമത്തെ വയസ്സിൽ അവൻ ഇസ്രായേലിലെ 12 ഗോത്രത്തിന് രാജാവായി. 22-ാമത്തെ വയസ്സിൽ അവൻ ഇസ്രായേലിലെ 2 ഗോത്രത്തിൻ്റെ രാജാവായി. 22.5 വയസ്സുള്ളപ്പോൾ ഓർന്നു നോക്കണം. 16-ാമത്തെ വയസ്സിൽ ആദ്യത്തെ അഭിഷേകം, 22.5 വയസ്സാകുമ്പോൾ 2-ാമത് അഭിഷേകം, 30 വയസ്സാകുമ്പോൾ 3-ാമത് അഭിഷേകം. ജീവനുള്ള ദൈവം ദാവീദിന് 3 അഭിഷേകമാണ് കൊടുത്തത്. അത്രയും ചെറുപ്പത്തിലെ ദൈവമക്കളെ, ഇതെല്ലാം കേട്ട് വാസ്തവത്തിൽ ചെറുപ്പക്കാരായ നമ്മുടെ സഹോദരങ്ങൾ ഒന്ന് ആവേശം കൊള്ളണം. തീർച്ചയായും ആശയ്ക്ക് വകയില്ലേ? ദൈവമക്കളെ, നിങ്ങൾക്കൊക്കെ ആശ വയ്ക്കാൻ പാടില്ലേ? എൻ്റെയൊക്കെ പ്രായം കടന്നുപോയി, നിസ്സാരനായിപ്പോയി, മണ്ടത്തരമായിപ്പോയി. അന്ന് ആ ചെറുപ്പത്തിൻ്റെ ഓജസ്സിലെല്ലാം പാപം ചെയ്യാനായിരുന്നു ആവേശം, പാപം ആസ്വദിക്കാനായിരുന്നു താല്പര്യം. ഇതുപോലെയുള്ള വ്യക്തിത്വങ്ങളെയോ ദൈവമക്കളെയോ അന്ന് ആരും പറഞ്ഞു തന്നില്ല, പരിചയപ്പെട്ടില്ല. ഇപ്പോഴാണ് ഓർക്കുന്നത്, 30-ാമത്തെ വയസ്സിൽ ഇസ്രായേലിലെ രാജാവായി തീർന്നു ദാവീദ്. ആ കാലത്തെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ദാവീദ് ചെല്ലുന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദാവീദിന് ജയം നൽകി ദൈവം. ഇന്ന് ദാവീദ് ആരാന്ന് നോക്കുമ്പോൾ ആ 30-ാമത്തെ വയസ്സിൽ ജയം കൊടുക്കുമ്പോൾ ദാവീദ് 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്ന് ദാവീദിൻ്റെ വിലയെന്താ? ഇന്ന് ദാവീദ് എന്ന പേരിൻ്റെ വിലയെന്താ? ദാവീദ് എന്ന വ്യക്തിത്വത്തിൻ്റെ വിലയെന്താ? നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. പരിശുദ്ധ സഭ പോലും പഠിപ്പിക്കുന്നു ദാവീദിൻ്റെ ബലി. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നത് അത് ദാവീദിൻ്റെ ബലി പോലെ അംഗീകരിക്കപ്പെടണമെന്നാണ്. ഒരു പുരോഹിതൻ്റെ ബലി, മഹാപുരോഹിതൻ്റെ ബലിയായാൽ പോലും അത് ദാവീദിൻ്റെ ബലി പോലെ അംഗീകരിക്കപ്പെടണമെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. യബൂസനായ ഒർന്നാൻ്റെ കളത്തിൽ ക്ഷിതിപാലകനായ ദാവീദ് അർപ്പിച്ചതായ ബലി പോലെ
അംഗീകരിക്കണമെന്ന് സഭ പഠിപ്പിക്കുന്നു. ദാവീദിൻ്റെ വില, പുരോഹിതന്മാരുടെ മധ്യസ്ഥനാര ദാവീദാണ്. ചാർത്തും നീതിയെ നിൻ ആചാര്യന്മാരും നിൻ മഹിമയെ നിൻ നയവാന്മാരും നിൻ അഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിൻ ദാസൻ ദാവീദിൻ മൂലം. പ്രിയപ്പെട്ടവരെ, മഹാപുരോഹിതന് പോലും മധ്യസ്ഥനായിട്ട് ആരാ ഉള്ളത്? ദാവീദിനെയാണ് കാണിക്കുന്നത്, ദാവീദിനെയാണ് ഉയർത്തി കാണിക്കുന്നത്. സഭ പോലും ദാവീദിന് കൊടുത്തിരിക്കുന്ന വില നോക്കൂ. ദാവീദിൻ്റെ മധ്യസ്ഥതയിലാണ് മഹാപുരോഹിതൻ്റെ പ്രാർത്ഥന പോലും. ദാവീദിൻ്റെ ബലിയാണ് കുർബാനയുടെ ആ പരമമായ ആ കുർബാന, ഏറ്റവും മഹത്വകരമായ കുർബാന ദാവീദ് അർപ്പിച്ചതാണെന്ന് പിതാക്കന്മാർ പാടുന്നു. ദൈവമക്കളെ, ദാവീദിൻ്റെ ഉയർച്ച. എന്നാൽ ഇന്ന് ദാവീദുണ്ടോ? ഇല്ല, മരിച്ചു, മൺമറഞ്ഞു പോയി. ദാവീദ് ദ്രവിച്ചു, ദ്രവത്വം കണ്ടു എന്ന് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു. പക്ഷേ ദാവീദ് ഭൗതികമായി നശിച്ചെങ്കിലും അവൻ ആത്മീയമായി ജീവിച്ചിരിക്കുന്നു. അവൻ ആത്മലോകത്തുണ്ട്, ആത്മീയമായി ജീവിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതാണ് നമ്മുടെയും പ്രത്യാശ, അതാണ് നമ്മുടെയും ആവേശം കൊള്ളിക്കുന്നത്. അതുകൊണ്ടാണ് നാം ഈ കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. നാം മരിച്ചു, ദ്രവത്വം കാണും, നാം മരിച്ചു, അടക്കപ്പെടും, നാമും കല്ലറയിലേക്ക് പോകും. കർത്താവ് വരാൻ വൈകിയാൽ നാം എല്ലാം കല്ലറയിലേക്ക് പോകും. പക്ഷേ നാം മഹത്വകരമായ ഒരു പ്രത്യാശയാണ് മുന്നിൽ കാണുന്നത്. ഒരു ആത്മലോകമാണ് നമ്മുടെ മുമ്പിലുള്ളത്, ഒരു ആത്മീയ പ്രകാശമാണ് നമ്മുടെ മുമ്പിലുള്ളത്, ഒരു ആത്മീയ തേജസ്സാണ് നമ്മളെ കാത്തിരിക്കുന്നത്. നാം സ്വർഗത്തിലെ പൗരന്മാരാകാൻ പോകുകയാണ്, നാം സ്വർഗത്തിലെ മക്കളാകാൻ പോകുകയാണ്, നാം സ്ഥിരമായ സ്വർഗത്തിൽ വസിക്കാൻ പോകുകയാണ്. ജീവനുള്ള കർത്താവ് ഒരുക്കുന്നതായ ആ സ്നേഹത്തിൻ്റെ രാജ്യത്ത് അതെങ്ങനെയാണ് നമുക്കറിഞ്ഞാൻ മേല. പ്രിയപ്പെട്ടവരെ, അവിടെ നാം അംഗങ്ങളാകാൻ പോകുകയാണ്. അതിനാണ് യേശു നമ്മൾ വിളിച്ചിരിക്കുന്നത്. ഈ ഭൂമിയിൽ അല്പം കഷ്ടപ്പാടൊക്കെ മാറി, പ്രാർത്ഥിച്ച് കഷ്ടപ്പാടൊക്കെ മാറി, പ്രാർത്ഥിച്ച് ചില പ്രശ്നങ്ങളൊക്കെ മാറി, സങ്കടങ്ങളൊക്കെ മാറി, കുറേ കാലം അങ്ങനെ ജീവിച്ച് അസ്തമിച്ച് പോകാനല്ല നമ്മുടെ മേലുള്ളതായ വിളി. ക്ഷയം, മാലിന്യം, മാറ്റമില്ലാത്തതായ അക്ഷയമായ രാജ്യത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. നാം സ്വർഗത്തിലെ പൗരന്മാരാണ്. നമ്മുടെ ഇന്നത്തെ പൗരത്വമല്ല നമ്മുടെ പൗരത്വം. അതൊരു താൽക്കാലിക പൗരത്വം മാത്രമേ ഉള്ളൂ, ഒരു ടെമ്പററി സിറ്റിസൺഷിപ്പാണ്. നമ്മുടെ പൗരത്വമോ സ്ഥിരമായിട്ടുള്ളത് അത് സ്വർഗത്തിലാണ്. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മുടെ മേലുള്ളതായ വിളി. അതുകൊണ്ടാണ് നാം പറഞ്ഞത്, നമ്മുടെ മേൽ ആശ വച്ച ദൈവമുണ്ട്. 30-ാമത്തെ വയസ്സിൽ ദാവീദ് ചെല്ലുന്നിടത്തൊക്കെയും ദൈവം അവന് ജയം നൽകി. ഈ തിരുവചനം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആഗ്രഹിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്കും ജയം തരണം, എനിക്കും ജയം വേണം, പിശാചെന്നെ തോൽപ്പിച്ചു കളയരുത് എന്ന് ദാവീദ് പ്രാർത്ഥിക്കും. നിങ്ങളങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? പിശാചെന്നെ തോൽപ്പിച്ചു കളയരുത്, സാത്താൻ എന്നെ തോൽപ്പിച്ചു കളയരുത്. ദൈവമക്കളെ, പ്രാർത്ഥിക്കണം, സാത്താൻ എന്നെ തോൽപ്പിച്ചു കളയരുത്. ഓരോ ദിവസവും സാത്താൻ തോൽപ്പിക്കും. ഓരോ സാഹചര്യത്തിൽ സാത്താൻ തോൽപ്പിക്കും. കുടുംബജീവിതത്തിൽ തോൽപ്പിക്കും, അടുക്കളയിൽ തോൽപ്പിക്കും, പഠിത്തത്തിൽ തോൽപ്പിക്കും, പരീക്ഷയിൽ തോൽപ്പിക്കും, ദൈവവേദന ശുശ്രൂഷയിൽ തോൽപ്പിക്കും. നിങ്ങൾ എവിടെയെല്ലാം പ്രവർത്തിക്കുന്നുവോ അവിടെയെല്ലാം സാത്താൻ നിങ്ങളെ തോൽപ്പിക്കും. സാത്താൻ എങ്ങനെയാണ് തോൽപ്പിക്കുന്നത്? നിങ്ങളെ പാപത്തിൽ ചാടിക്കും, പാപത്തിൽ വീഴിക്കും. അങ്ങനെയാണ് സാത്താൻ തോൽപ്പിക്കുന്നത്. ദൈവമക്കളെ, ദാവീദ് ജയിക്കുന്നവനായി തീർന്നു. ദൈവം ജയം കൊടുത്തു. ദാവീദ് തന്നെത്താൻ ജയിച്ചു എന്നല്ല എഴുതിയിരിക്കുന്നത്. ദാവീദ് അവൻ്റെ പ്രാർത്ഥന കൊണ്ടോ അവൻ്റെ കഴിവ് കൊണ്ടോ ഭാഗ്യവശാലോ ദാവീദ് ജയിച്ചു എന്നല്ല എഴുതിയിരിക്കുന്നത്. ഭാഗ്യം കൊണ്ട് ജയിച്ചതല്ല ദാവീദ്, ദൈവം ജയം കൊടുത്തിട്ടാണ് ജയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരിക്കലും ഭാഗ്യം കൊണ്ട് ജയിച്ചു എന്ന് പറയരുത്, ഭാഗ്യവശാൽ ഞാൻ ജയിച്ചു എന്ന് പറയരുത്, ഭാഗ്യം കൊണ്ടായി എന്ന് പറയരുത്. ദൈവം എന്നെ ആക്കി, ദൈവം എന്നെ ജയിപ്പിച്ചു, ദൈവം എന്നെ പഠിപ്പിച്ചു, ദൈവം എനിക്കൊരു കുടുംബജീവൻ തന്നു, ദൈവം എനിക്ക് മക്കളെ തന്നു, ദൈവം എൻ്റെ മക്കളെ പഠിപ്പിച്ചു, ദൈവം എൻ്റെ രോഗം സൗഖ്യമാക്കി തന്നു. ദൈവം ചെയ്തു എന്നാണ് പറയേണ്ടത്. ഭാഗ്യം കൊണ്ട് കിട്ടിയെന്നുള്ള വാക്ക് അസ്ഥാനത്താണ്. ഒരു വിശ്വാസിയുടെ നാവിൽ ഭാഗ്യം കിട്ടി എന്നുള്ള വാക്ക് വരികയില്ല. അവൻ്റെ വായിൽ എപ്പോഴും വരുന്നത് ദൈവം എനിക്ക് ജയം തന്നു, ദൈവം എന്നെ സഹായിച്ചു, ദൈവം എനിക്ക് വചനം തന്നു, ദൈവം എനിക്ക് പാട്ട് പാടാൻ കൃപ തന്നു, ദൈവം എനിക്കൊരു ശുശ്രൂഷ ചെയ്യാൻ ഭാഗ്യം തന്നു. ദൈവമക്കളെ, എല്ലാം ദൈവം ചെയ്തു തരുന്നതാണ്. ഈ ദാവീദിൻ്റെ ജീവിതം നാം പരിശോധിച്ച് നോക്കുമ്പോൾ നല്ല പോരാട്ടമുള്ള ജീവിതമായിരുന്നു. നല്ല പോരാട്ടമുള്ള
ജീവിതമായിരുന്നു. ദാവീദിൻ്റെ ഒന്നാമത്തെ ഏറ്റവും വലിയ വിഷയം എന്തായിരുന്നു അറിയാവോ? ദാവീദിന് ഹൃദയം തുറന്ന് പറയാൻ ആരുമില്ല. ആരോടും ഹൃദയം തുറന്ന് പറയാൻ ആരുമില്ല. ദാവീദ് ഹൃദയം തുറന്നാൽ അത് അതുപോലെ കേൾക്കുവാനോ അംഗീകരിക്കുവാനോ ആരും ഉണ്ടായിരുന്നില്ല. ദാവീദിൻ്റെ ഒരു സങ്കടം നമുക്ക് വായിച്ച് കേൾക്കാം. 1 ശമൂവേൽ 27-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ദാവീദ് പറയും, ആരോട് പറയാനോ ഇതൊക്കെ? ഉള്ളിലെ ആശങ്ക, ഉള്ളിലെ ഭയം, ഉള്ളിലെ നിരാശ, ഇതെല്ലാം വെച്ചുകൊണ്ട് ദാവീദ് പറയുന്നതായ ഒരു വാക്യം നമുക്ക് വായിക്കാം. 1 ശമൂവേൽ 27:1. അനന്തരം ദാവീദ്, ഞാൻ ഒരു ദിവസം ശൗലിന്റെ കയ്യാൽ നശിക്കേയുള്ളൂ. ഫെലിസ്ത്യരുടെ ദേശത്തിലേക്ക് ഓടിപ്പോകയല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല. ശൗൽ അപ്പോൾ ഇസ്രായേൽ ദേശത്തൊക്കെയും എന്നെ അന്വേഷിക്കുന്നത് മതിയാക്കും. ഞാൻ അവന്റെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോകുമെന്ന് മനസ്സിൽ നിശ്ചയിച്ചു. മനസ്സിൽ പറഞ്ഞു, വാക്കുകൊണ്ട് പറയാൻ നിർവാഹമില്ല. നാവെടുത്ത് പറയാൻ ആരോട് പറയാനാ? ആരോടും പറയാനില്ല. ആരോടാ പറയണത്? നാടുവിട്ട് പോകണം. ദാവീദ് പറയുക, എനിക്ക് നാടുവിട്ട് പോകുക അല്ലാതെ ഒരു മാർഗമില്ല. വീട് വിട്ട് പോകുക അല്ലാതെ എനിക്കൊരു മാർഗമില്ല. എന്നെ ചതിക്കാനും എന്നെ ഇല്ലാതാക്കാനും പലരും ശ്രമിക്കുന്നുണ്ട്. ഞാൻ മരിച്ചു പോവും, ഞാൻ ജീവിച്ചിരിക്കില്ല. ആരോടും പറയാനാ? മനസ്സിൽ പറഞ്ഞു. മനസ്സിൽ പറഞ്ഞു. നിരാശകൾ, ഭയപ്പാടുകൾ, ആശങ്കകൾ മനസ്സിൽ പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, അതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു വേദന എന്ന് പറയുന്നത്. നോ വെന്റിലേഷൻ ഫോർ അവർ ഹാർട്ട് ഓർ അവർ മൈൻഡ്. ഹൃദയത്തിന് വെന്റിലേഷനില്ല. വീടിന് വെന്റിലേഷനുണ്ട്, അടുക്കളയ്ക്ക് വെന്റിലേഷനും എക്സോസ്റ്റ് ഫാനും ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ഹൃദയം പകരാൻ നമുക്കാരുമില്ല. നമ്മുടെ ഹൃദയത്തിലെ വേദനകളോ സങ്കടങ്ങളോ തുറന്നു പറയാൻ ആരുമില്ല. ആരോടെങ്കിലും പറഞ്ഞാൽ അവർ തെറ്റിദ്ധരിക്കും. ആരോടെങ്കിലും പറഞ്ഞാൽ അവരത് വേറെ ആളുകളോട് പറയും. അങ്ങനെ പറയുമ്പോൾ അത് വേറെ രീതിയിലായിപ്പോകും. ഈ തിരുവചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സങ്കടം പകരാൻ ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ വേദനകൾ പങ്കുവയ്ക്കാൻ ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ ഉള്ളിലെ നിരാശകളും നിങ്ങളുടെ തകർച്ചകളും നിങ്ങൾക്ക് വന്ന മഹാകേടുകളും ഭാവിയെക്കുറിച്ചുള്ള നിങ്ങളുടെ ദുസ്വപ്നങ്ങളോ അല്ലെങ്കിൽ ആ നിരാശകളോ പങ്കുവയ്ക്കാൻ നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടോ? ദാവീദിന് ആരും ഉണ്ടായിരുന്നില്ല. ദാവീദ് രാജാവായിരുന്നു, പക്ഷേ ഹൃദയം പങ്കുവയ്ക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ദൈവമക്കളെ, അത് ജീവിതത്തിലെ ഒരു പാഠമാണത്. നിങ്ങൾ ഉയരുന്തോറും ഉയരുന്തോറും, ഓരോ പടി ഉയരുന്തോറും നിങ്ങൾക്ക് ആരോടും ഹൃദയം പകരാൻ പറ്റാതെയാവും. ഒഫീഷ്യൽ ലെവലിൽ ഉയർന്നാലും ശരി, നിങ്ങൾക്ക് ആരോടും ഉള്ളിലുള്ളത് പറയാൻ പറ്റാത്ത അവസ്ഥയായിപ്പോവും. ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡ് ജോലി ചെയ്യുമ്പോൾ എനിക്ക് പലതും മനസ്സിലായിട്ടുണ്ട്. പല ഉന്നത ഉദ്യോഗസ്ഥന്മാരോട് സംസാരിക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ട്. കാരണം ഹൃദയം പകരാൻ പറ്റുകയില്ല. ഹൃദയം പകർന്നാൽ അത് തിരിച്ചടിക്കും. ദൈവമക്കളെ, ഇതാണ് നമ്മുടെ വലിയൊരു ദുഃഖം. നമുക്ക് ഹൃദയം പകരാൻ ആരുമില്ല. ഒരു കാലത്ത് നമ്മളെ കേൾക്കാൻ കാത്തിരുന്നവർ പോലും നാം വലുതായി വരുമ്പോൾ നമ്മളോട് തിരിച്ച് മിണ്ടണ്ടെന്ന് പറയും. ഇതാണ് ജീവിതത്തിലെ ദുഃഖം. ഇതാണ് ദാവീദ് പറഞ്ഞത്, ഞാൻ ആരോട് പറയും? മനസ്സിൽ പറഞ്ഞു. തന്നെത്താൻ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ മനസ്സിൽ ദുഃഖം അടിച്ചമർത്തുന്നവരാണോ? നിങ്ങൾ ഹൃദയത്തിൽ ദുഃഖം അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നവരാണോ? ദാവീദിന് ജയം കൊടുത്തൊരു ദൈവമുണ്ട്. ദാവീദ് എങ്ങനെ ജയിച്ചു നമുക്ക് നോക്കാം. 16-ാം സങ്കീർത്തനം എടുക്കാം. 16-ാം സങ്കീർത്തനം ഒന്ന് വായിച്ചു നോക്കൂ. 2-ാമത്തെ വാക്യം വായിച്ചു നോക്കൂ. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. ദാവീദ് യഹോവയോട് പ്രാർത്ഥിച്ചു എന്നല്ല എഴുതിയേക്കണത്. ദാവീദ് യഹോവയോട് അപേക്ഷിച്ചു എന്നല്ല എഴുതിയേക്കണത്. ദാവീദ് യഹോവയോട് പറഞ്ഞു. ഒരു ന്യായാധിപനോട് ആരെങ്കിലും പറയാറുണ്ടോ? ന്യായാധിപനോട് അപേക്ഷിക്കാറേ ഉള്ളൂ. ഒരു മന്ത്രിയോട് നമ്മളാരെങ്കിലും മന്ത്രിയോട് പറയാറുണ്ടോ? ഇല്ല, മന്ത്രിയോട് അപേക്ഷിക്കാറേ ഉള്ളൂ. പിന്നെ പറയുന്നത് ആരോടാ?
ദാവീദ് യഹോവയോട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? പ്രിയപ്പെട്ടവരെ, ദാവീദ് ആ കാലമായപ്പോഴേക്ക് ദൈവമായിട്ട് നല്ല സജീവമായ ബന്ധത്തിലായിരുന്നു. ദൈവമായിട്ടൊരു ബന്ധം. നമ്മൾക്ക് അനേകർക്കും പ്രാർത്ഥിക്കുന്ന അനുഭവമേ ഉള്ളൂ, ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് വന്നിട്ടില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ആ ബന്ധത്തിലേക്ക് വരണം. നാം അപേക്ഷിക്കുന്നവരാകാതെ, അത് തന്നെ അതൊരു ആരംഭമാണ്. പക്ഷേ ദാവീദ് യഹോവയോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? നീ ഒഴികെ എനിക്ക് ഒരു നന്മയും ഇല്ല. നീ തന്നില്ലെങ്കിൽ ഒന്നുമില്ല, നീ തൊട്ടില്ലെങ്കിൽ ഒന്നുമില്ല, നീ വളർത്തിയില്ലെങ്കിൽ ഒന്നുമില്ല, നീ ജയിപ്പിച്ചില്ലെങ്കിൽ ഒന്നുമില്ല. ദൈവമക്കളെ, ഈ തിരുവചനം കേൾക്കുന്ന നിങ്ങൾ ഇപ്രകാരമുള്ള അനുഭവത്തിലേക്ക് വരണം. കർത്താവിനോട് പറയണം, കുഞ്ഞുങ്ങൾ കർത്താവിനോട് പറയണം, കർത്താവേ, നീ ജയിപ്പിച്ചില്ലെങ്കിൽ ആര് ജയിപ്പിക്കും? നീ പരീക്ഷയിൽ സഹായിച്ചില്ലെങ്കിൽ ആര് സഹായിക്കും? നീ കുഞ്ഞുങ്ങളെ തന്നില്ലെങ്കിൽ ആര് തരും? നീ കടം മാറ്റി തന്നില്ലെങ്കിൽ ആര് മാറ്റിത്തരും? നീ ഈ സ്വഭാവം മാറ്റി തന്നില്ലെങ്കിൽ ആര് മാറ്റിത്തരും? നീ സ്വർഗത്തിൽ എത്തിച്ചില്ലെങ്കിൽ ആര് എത്തിച്ചു തരും? പ്രിയപ്പെട്ടവരെ, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. അതാണ് ദാവീദിൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത്. ദാവീദിൻ്റെ ആ ഇൻറ്റിമസി, ദാവീദിൻ്റെ ആ ജയത്തിൻ്റെ അടിസ്ഥാനം അതാണ്. നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. അതിൻ്റെ 5-ാമത്തെ വാക്യം വായിച്ചു നോക്കൂ. 5-ാമത്തെ വാക്യം, എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു. ദൈവത്തിന് സ്തോത്രം. ദാവീദ് പറയുകയാണ്, മൈ ഫുഡ് ആൻഡ് മൈ ഡ്രിങ്ക് ഈസ് യു. മൈ ഫുഡ് ആൻഡ് മൈ ഡ്രിങ്ക് എന്ന് വെച്ചാൽ എൻ്റെ ആഹാരവും എൻ്റെ പാനീയവും ദൈവമാണ് എന്ന് പറഞ്ഞാൽ, ദൈവമാണ് എനിക്ക് ആഹാരം തരുന്നത്. ദൈവമാണ്, ദൈവവചനമാണ് എൻ്റെ ആഹാരം. ദൈവവചനമാണ് എൻ്റെ ആഹാരം. എനിക്ക് വേറെ ആഹാരമില്ല. ഞാൻ വളരുന്നത് ദൈവത്തിൻ്റെ വചനമുള്ളത് കൊണ്ടാണ്. വചനം കൊണ്ട് പിടിച്ചു നിൽക്കുന്ന ചിലരെല്ലാം ഉണ്ട് ഇവിടെ. ചില കഷ്ടപ്പാടിൻ്റെ മധ്യത്തിൽ, ചില പ്രതികൂലത്തിൻ്റെ നടുവിൽ, ചില ഊരാ കൊടുക്കുകളുടെ മുമ്പിൽ വചനം കൊണ്ട് പിടിച്ചു നിൽക്കുന്ന അനേകരിവിടെ ഉണ്ട്. ദൈവമക്കളെ, വചനം കൊണ്ടാണ് നാം പിടിച്ചു നിൽക്കേണ്ടത്. 16-ാം സങ്കീർത്തനം 7-ാം വാക്യം വായിക്കാം. എനിക്ക് ബുദ്ധി ഉപദേശിച്ച് തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രികാലങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദാവീദ് ദൈവത്തെ കാണുന്നത് എന്നെ രാജാവാക്കിയ ദൈവം, എൻ്റെ പട്ടിണി മാറ്റി തന്ന ദൈവം, എനിക്ക് അതും ഈ ലോകത്തിലെല്ലാം ഉയർച്ചയും ഭാര്യയും മക്കളെയും തന്ന ദൈവം, അതെല്ലാം നമുക്ക് പറയാം. അതെല്ലാം നല്ലത് തന്നെ, ശരിയായത് തന്നെയാണ്. പക്ഷേ ദാവീദ് ദൈവത്തെ കാണുന്നത് എനിക്ക് ബുദ്ധി ഉപദേശിച്ച് തരുന്ന ദൈവം, ഞാൻ നടക്കേണ്ടുന്ന വഴി എനിക്ക് പറഞ്ഞു തരുന്ന ദൈവം. അതാണ് ദൈവം. അങ്ങനെയാണ് നാം വളരേണ്ടത്. എനിക്ക് ബുദ്ധി പറഞ്ഞു തരുന്ന ദൈവം, ഞാൻ നടക്കേണ്ടുന്ന വഴി എനിക്ക് പറഞ്ഞു തരുന്ന ദൈവം, എനിക്ക് ഈ ലോകത്തിൽ എന്തെങ്കിലും തരുന്ന ദൈവമല്ല. നാം അതിൽ നിന്നെല്ലാം ഉയരണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു സാക്ഷ്യമുണ്ടോ? എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തരുന്ന ദൈവം, എന്നെ ശാസിക്കുന്ന ദൈവം. ദാവീദിനെ ദൈവം ശാസിച്ചു. ദാവീദിനൊരു പരിഭവം ഇല്ല കേട്ടോ. ദാവീദിനെ ദൈവം ശാസിച്ചു, ഒരു പരിഭവം ഇല്ല. ഞാൻ ഒന്നുകൂടെ പറയാം, മാർത്തയെ ദൈവം കർത്താവായ യേശു ക്രിസ്തു ശാസിച്ചു. മാർത്തയ്ക്ക് പരിഭവമുണ്ടോ? ഒരു പരിഭവം ഇല്ല. പ്രിയപ്പെട്ട സഹോദരിമാരെ, ശാസിക്കുമ്പോൾ പരിഭവം വരരുത്. മാർത്തയെ ശാസിച്ചു, ഒരു പരിഭവം ഇല്ല. ദാവീദിനെ ശാസിച്ചു, ഒരു പരിഭവം ഇല്ല. എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തരുന്ന ദൈവം, അതാണ് ദാവീദിന് ദൈവത്തെക്കുറിച്ചുള്ള സാക്ഷ്യം. അതാണ് നമുക്ക് അതായിരിക്കണം സാക്ഷ്യം. എനിക്ക് വഴി പറഞ്ഞു തന്ന ദൈവം, എനിക്ക് ആലോചന തന്ന ദൈവം, എന്നെ ഉപദേശിച്ച ദൈവം, എനിക്ക് തിരുത്തലുകൾ തന്ന ദൈവം, എൻ്റെ സ്വഭാവം മാറ്റി തന്ന ദൈവം. അതിൻ്റെ അടുത്ത വാക്യം കൂടെ വായിക്കാം. 11-ാമത്തെ വാക്യം, ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്തെ എന്നും പ്രമോദങ്ങളുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ജീവന്റെ വഴി, നിത്യജീവന്റെ വഴിയിലാണ് ദാവീദ് നടന്നത്. അതുകൊണ്ടാണ് ദൈവം ദാവീദിന് ജയം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ദാവീദ് ജയിക്കാൻ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 24-ാം അധ്യായം 4-ാം വാക്യം വായിക്കാം. ദാവീദിന്റെ ആളുകൾ അവനോട്, ഞാൻ നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, നിനക്ക് ബോധിച്ചതുപോലെ അവനോട് ചെയ്യാമെന്ന് യഹോവ നിന്നോട് അരുളി ചെയ്ത ദിവസം ഇതാ എന്ന് പറഞ്ഞു. ശൗൽ രാജാവിനെ
കൊല്ലുവാനായിട്ട് ദാവീദിൻ്റെ കൂട്ടുകാർ പറഞ്ഞു കൊടുക്കുകയാണ്. അല്പം ആത്മീയമൊക്കെ അറിയാവുന്ന കൂട്ടുകാരാകട്ടോ. ദാവീദിൻ്റെ കൂട്ടുകാർ ആത്മീയ വഴിയിലൂടെ കുറച്ച് പരിചയമുള്ളവരാ. പക്ഷെ അവർ പറഞ്ഞു കൊടുത്തു, ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ അവനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കാമെന്ന്. ആ ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ആ ഗുഹയ്ക്കകത്ത് 2 പേരുമുണ്ട്. ഇപ്പോൾ തന്നെ നിന്റെ ശത്രുവിനെ കൊന്നുകളയുക എന്ന് പറഞ്ഞു. എൻ്റെ 7-ാമത്തെ വാക്യം. ഇങ്ങനെ ദാവീദ് തന്റെ ആളുകളെ ശാസിച്ച് അമർത്തി. ദൈവത്തിന് സ്തോത്രം. ദാവീദ് കൂട്ടുകാരുടെ വാക്കിന് ചെവി കൊടുത്തില്ല. പൊട്ടച്ചെവിയനെ പോലെ നിന്നു. ഒന്നും വേണ്ടിയില്ല, മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എപ്പോഴും നാം മനുഷ്യരുടെ വാക്ക് കേട്ട് ഇളകരുത്. വീണ്ടും നമുക്ക് നോക്കാം. 2 ശമൂവേൽ 16-ാം അധ്യായത്തിൻ്റെ 5-17 വാക്യം ഞാൻ പെട്ടെന്ന് പറയാം. അവിടെ ശെമയി എന്നൊരുത്തൻ വന്ന് ദാവീദിനെ കുറ്റം പറഞ്ഞു. നീജ 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 എന്ന് പറഞ്ഞ് ദാവീദിനെ പഴി പറഞ്ഞു. അപ്പോഴും ദാവീദ് പറഞ്ഞു, മിണ്ടിയില്ല. ദാവീദ് അതിന് ഒന്നും പ്രതികരിച്ചില്ല. സ്വന്തം വീട്ടിലെത്തിയപ്പോൾ ഭാര്യ കുറ്റം പറഞ്ഞു. ഭാര്യയും പറഞ്ഞു, ഓ ഒരു ഭോഷൻ, ഒരു ഇഡിയറ്റ്, ഒരു ഫൂളിനെ പോലെ പാവപ്പെട്ടവരുടെ മുമ്പിൽ തുള്ളിച്ചാടുകയാണെന്ന് പറഞ്ഞു. ദാവീദ് പ്രതികരിച്ചില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ജയം വേണമോ? നിങ്ങൾ മനുഷ്യൻ്റെ വാക്ക് കേട്ട് ഇളകരുത്. നിങ്ങൾ മനുഷ്യൻ പറയുന്നത് കേട്ട് പൊങ്ങിപ്പോകരുത്, താഴ്ന്നും പോകരുത്. മനുഷ്യൻ്റെ വാക്ക് കേട്ട് ഇളകരുത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ശാന്തമായി നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കാം. ദാവീദിന് ദൈവം ജയം കൊടുത്തു. ദാവീദിന് ജീവനുള്ള ദൈവത്തെ അറിയാമായിരുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രമേ അവന് സംസാരിക്കാനുള്ളൂ. പ്രിയ ദൈവവേദലേ, നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. ഒരുവൻ മാത്രമേ ഉള്ളൂ. ഹൃദയം പകരാൻ ആരുമില്ല, സങ്കടം കേൾക്കാൻ ആരുമില്ല. നാം പറഞ്ഞത് കേൾക്കാൻ ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നാം മിണ്ടി തുടങ്ങിയാൽ മിണ്ടണ്ട എന്ന് പറയും. നാം മിണ്ടി തുടങ്ങിയാൽ അത് അപവാദമായിട്ട് മാറും. ദൈവമക്കളെ, നമുക്ക് നല്ല കർത്താവുണ്ട്. ദാവീദിന് പറയാം, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ദൈവമേ, നീ ഒഴികെ എനിക്ക് ആരുമില്ല. സങ്കടം കേൾക്കാൻ ആരുമില്ല. ദൈവമക്കളെ, ഒരു പൊട്ടച്ചെവി നിങ്ങൾക്ക് വേണം. കുറ്റം പറഞ്ഞാലും പരിഹാസം പറഞ്ഞാലും താഴ്ത്തിക്കെട്ടിയാലും ഇളകാത്തൊരു പ്രകൃതം. ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കുഞ്ഞാടിൻ്റെ രക്തം മുഖാന്തരം ജയം പ്രാപിച്ചു. ക്രിസ്തുവിൻ്റെ രക്തമാണ് നമ്മുടെ ജയം. നിങ്ങളെ രക്തത്തിൽ ആശ്രയിക്കൂ. തിരുരക്തമേ എന്നെ പൊതിയണമേ, തിരുരക്തമേ എന്നെ ശുദ്ധീകരിക്കണമേ, തിരുരക്തമേ എനിക്ക് ജയം തരണമേ, തിരുരക്തമേ എനിക്ക് ഉയർച്ച തരണമേ, കാൽവരിയിലെ രക്തമേ എന്നെ സഹായിക്കണമേ, തിരുരക്തമേ എനിക്ക് വളർച്ചയും ഉയർച്ചയും തരണമേ. കർത്താവേ, എനിക്ക് പകരം തരാനൊന്നുമില്ല. ഈ പാവപ്പെട്ടവൻ്റെ ഹൃദയം നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. യേശുവേ, നിൻ്റെ വിലയേറിയ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ. ആ വിലയേറിയ രക്തത്താൽ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. ആ വിലയേറിയ രക്തത്താൽ എനിക്കൊരു ജയം തരണമേ, എന്നെ ജയാളിയാക്കണമേ. യേശുവേ, പൊന്നുനാമത്തിന് സ്തോത്രം. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ.